ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടെ 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരം സുപ്രീംകോടതി പുറത്തുവിട്ടിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന് 55.25 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും PF-ൽ 1.06 കോടി രൂപയുമുണ്ട്. ജസ്റ്റിസ് BR ഗവായിക്ക് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പാരമ്പര്യമായി ലഭിച്ച വീടും ഡൽഹിയിലും മുംബൈയിലും ഫ്ളാറ്റുമുണ്ട്. ജസ്റ്റിസ് KV വിശ്വനാഥൻ മുതിർന്ന ജഡ്ജിയാണ്. അദ്ദേഹത്തിന് 120 കോടിയുടെ നിക്ഷേപമുണ്ടെന്ന് ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സ്വത്ത് വിവരങ്ങളിൽ വ്യക്തമാക്കുന്നു. ER രാഗേഷ് തന്നെ വിവരങ്ങൾ നൽകും. രാഗേഷ്, ജുഡീഷ്യറിയുടെ ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നിലപാടിലേക്ക് നേരത്തെ കടന്നിരുന്നത്. ഈ സ്വത്ത് വിവരങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ ശ്രീജ, സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആദ്യമായി ഒരു സ്വത്ത് വിവരം പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നത്. കാരണം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവമൊക്കെ തന്നെ ജുഡീഷ്യറിക്ക് അതിന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽപ്പിച്ചിരുന്നു. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക എന്ന കണക്കൂട്ടിൽ തന്നെയാണ്, ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ 21 ജഡ്ജിമാരുടെ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടക്കം 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവര കണക്കുകൾ ഇപ്പോൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ 33 ജഡ്ജിമാരുണ്ട്. അതിൽ തന്നെ 21 പേരുടെ സ്വത്ത് വിവര കണക്കുകളാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ഏതാണ്ട് 55 ലക്ഷം രൂപയാണ് ബാങ്ക് ഡെപ്പോസിറ്റായി ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ സ്വത്ത് വിവര കണക്കുകളിൽ. ഒപ്പം തന്നെ ഏതാണ്ട് PPF ഫണ്ടായി 1 കോടിയിലധികം രൂപയുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് ജഡ്ജിമാരുടെ, ഇനി വരാൻ പോകുന്ന ചീഫ് ജസ്റ്റിസായി വരാൻ പോകുന്ന ജസ്റ്റിസ് BR ഗവായിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അമരാവതിയിൽ പരമ്പരാഗത സ്വത്തായി ലഭിച്ച ഒരു വീടുണ്ട്. ഇതുകൂടാതെ ഡൽഹിയിൽ ഫ്ളാറ്റുണ്ട്, ഒപ്പം മുംബൈയിലും ഫ്ളാറ്റുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സ്വത്ത് വിവര കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. PPF ആയി ഏതാണ്ട് 6.5 ലക്ഷം രൂപയുണ്ട് എന്നുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു ജഡ്ജിയാണ് KV വിശ്വനാഥൻ. അദ്ദേഹത്തിന് സ്വത്തായി ഉള്ളത് ഏതാണ്ട് 120 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ജഡ്ജാകുന്ന മുമ്പ് അഭിഭാഷകനായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും വലിയ കേസുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇത്തരം സ്വത്ത് വിവര കണക്കുകൾ എന്നാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ജസ്റ്റിസ് MM സുന്ദരേഷ്, ഒപ്പം തന്നെ ജസ്റ്റിസ് ബേല M ത്രിവേദി തുടങ്ങിയവരുടെ ഒക്കെ തന്നെ സ്വത്ത് വിവര കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കേന്ദ്രം. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ സുതാര്യത ഉറപ്പാക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ സമിതി കഴിഞ്ഞ ദിവസമാണ് ഈ ജഡ്ജിന്റെ വീടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്ന് തന്നെയാണ് ഇത്തരമൊരു നീക്കം, ഇപ്പോൾ സ്വത്ത് വിവരം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ശ്രീജ, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.